നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. അഴിച്ചുപണിയിലെ നീതികേട്. പോലീസ് തലപ്പത്തെ അഴിച്ചുപണിയിൽ കടുത്ത അതൃപ്തി അറിയിച്ച് DGP TP സെൻകുമാർ. സർക്കാരിന് തന്നെ ഒഴിവാക്കണമെങ്കിൽ സ്വീകരിക്കേണ്ടിയിരുന്നത് മാന്യമായ നിലപാട്. വാശി പിടിച്ച് DGP സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെന്റിന് വേണ്ടത് ബെഹ്റയായിരിക്കുമെന്നും തുറന്നു പറച്ചിൽ. പിണറായി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സെൻകുമാർ നിയമ നടപടി സ്വീകരിച്ചേക്കും. തന്നെ നീക്കിയതിൽ ചട്ടലംഘനമുണ്ടെന്ന് DGP. പുതിയ നിയമന ഉത്തരവ് ലഭിച്ചിട്ടില്ല. സ്ഥാനമാറ്റം സുപ്രീം കോടതി വിധിക്കും പോലീസ് ആക്ടിനും എതിരെന്ന് പദവി ഒഴിഞ്ഞ ശേഷം സെൻകുമാർ. അതേസമയം പോലീസ് മേധാവി സ്ഥാനത്തിന് വേണ്ടി ഒരിക്കലും ശ്രമം നടത്തിയിട്ടില്ലെന്ന് ലോക്നാഥ് ബെഹ്റ. നിയമനത്തിൽ സന്തോഷമുണ്ട്. പോലീസിൽ CBI മോഡൽ അന്വേഷണ സംവിധാനം കൊണ്ടുവരും. സേനയിൽ നിന്ന് അഴിമതി തുടച്ചു നീക്കുമെന്നും ബെഹ്റ. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയ സെൻകുമാറിന് പകരം നൽകിയത് പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD സ്ഥാനം. ബാർക്കോഴ കേസ് അന്വേഷണത്തിൽ ആരോപണം നേരിട്ട വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയെ മാറ്റി ജേക്കബ് തോമസിന് വീണ്ടും വിജിലൻസ് മേധാവിയുടെ പദവി. കടുംപിടുത്തമില്ലെന്ന് കടകംപള്ളി. വിവാദമായ അതിരപ്പള്ളി പദ്ധതിയിൽ നിലപാട് വ്യക്തമാക്കി വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പദ്ധതി നടപ്പാക്കുന്നതിൽ സർക്കാരിന് കടുംപിടുത്തമില്ല. പൊതുവായ സമവായം ഉണ്ടാക്കിയ ശേഷം മാത്രമേ വൻകിട പദ്ധതികളുമായി മുന്നോട്ടു പോകൂ എന്നും കടകംപള്ളി. കാസർകോട്ട് ഈ വർഷം സോളാർ പദ്ധതിയിലൂടെ 50 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. 5 വർഷത്തേക്ക് സംസ്ഥാനത്ത് പവർ കട്ടും ലോഡ് ഷെഡിംഗും ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈദ്യുതി മന്ത്രി. ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനങ്ങൾ PSCക്ക് വിടുമെന്ന നിലപാടിൽ മാറ്റമില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കേസിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്നും ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ. പാളിച്ചകൾ പരിശോധിച്ച്. പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല രാവിലെ പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഗ്രൂപ്പുകളുടെ അതിപ്രസരത്തിന് അതീതമായി പാർട്ടിയെ മുന്നോട്ട് നയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റത് കനത്ത തിരിച്ചടി. മുന്നണിയിലെ പാളിച്ചകൾ തിരുത്തുമെന്നും ചെന്നിത്തല. നാളെ സോണിയയുമായി ചർച്ച നടത്തുന്ന രമേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. പുൽഗാവിൽ പൊട്ടിത്തെറി. മഹാരാഷ്ട്രയിലെ പുൽഗാവിൽ സൈനിക ആയുധശാലയിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. പുലർച്ചെ 1:30 അഗ്നിബാധയിൽ ഇതുവരെ മരിച്ചത് 20 പേർ. നിരവധി പേർക്ക് പരിക്ക്. മരിച്ചവരിൽ 2 സൈനിക ഉദ്യോഗസ്ഥരും. അപകട കാരണം വ്യക്തമല്ല. അപകടസ്ഥലം സന്ദർശിച്ച് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ. സംഭവത്തിൽ കരസേന അന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. ദുരന്തത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2690 രൂപ. പവൻ 21,520 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.